മുംബൈ വേഴ്സസ് പഞ്ചാബ്. 2 പോയിന്റുകൾക്ക് ഇത്രയും ആവശ്യമുള്ള ടീമുകൾ വേറെയില്ല. നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക്. ടോപ്പ് 4-ലെത്താൻ പഞ്ചാബും. പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം. രാജസ്ഥാൻ റോയൽസിനോടാണ് അവസാന മാച്ചിൽ PBKS തോറ്റത്. 147 മാത്രം നേടിയിട്ടും കളി 20-ാം ഓവർ വരെ നീട്ടാൻ പഞ്ചാബിനായി. മികച്ച രീതിയിൽ തന്നെ അന്ന് റബാഡയും സംഘവും പന്തെറിഞ്ഞു. ഇന്നലത്തെ ഡൽഹിയുടെ ജയത്തോടെ പോയിന്റ്സ് ടേബിളിൽ 8-ാമതാണ് പഞ്ചാബ്. എന്നാൽ ഇന്ന് ജയിക്കാനായാൽ അവർക്ക് 5-ാമതെത്താൻ വരെ അവസരമുണ്ട്. ഷോൾഡർ ഇഞ്ചുറി കാരണം ശിഖർ ധവാൻ മാറി നിൽക്കുന്നത് കനത്ത തിരിച്ചടിയാണ്. ജോണി ബേസ്റ്റോ ആകട്ടെ ഇതുവരെ ഫോമിലായിട്ടുമില്ല. ഓപ്പണിംഗിൽ ഒരു നല്ല തുടക്കം എന്തായാലും മുംബൈക്കെതിരെ കിട്ടണം. 200-നടുത്തൊരു സ്കോറില്ലാതെ മുംബൈ ബാറ്റിംഗ് നിരയോട് ഒന്ന് മുട്ടിനിൽക്കാൻ പോലുമാകില്ല. മറുഭാഗത്ത് എൽ ക്ലാസിക്കോ ക്ഷീണം മാറ്റണം മുംബൈക്ക്. മിക്ക സമയങ്ങളിലും ബോളേഴ്സാണ് തിരിച്ചടി നൽകുന്നത്. അതേസമയം ജസ്പ്രീത് ബുംറ സ്റ്റാൻഡ് ഔട്ടായി നിൽക്കുന്നു. പേസ് അറ്റാക്കിൽ ഒരാൾ സപ്പോർട്ട് നൽകിയാൽ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് മുഖം തന്നെ മാറും. ശ്രേയസ് ഗോപാലും മുഹമ്മദ് നബിയും പ്രോമിസിംഗ് ആണ്. ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസിയിൽ മെച്ചപ്പെട്ടേ തീരൂ. കൂടുതൽ ഇൻപുട്ടുകൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അത് മാത്രം പോരാ, അവ നടപ്പാകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. ഹാർദിക്കിനെ കയറൂരി വിടുന്നത് മുംബൈക്ക് അത്ര നല്ലതല്ല. രോഹിത് വേഴ്സസ് റബാഡ ബാറ്റിൽ ആവേശകരമാകും. രണ്ടുപേരും മികച്ച ഫോമിലുമാണ്. മുംബൈയുടെ ടോപ്പ് 3യെ പൂട്ടാൻ റബാഡയ്ക്ക് തന്നെയായിരിക്കും ചുമതല. അതുപോലെ തന്നെ സ്കൈ വേഴ്സസ് കറാൻ മാച്ചപ്പും നിർണായകമാണ്. ധവാന്റെ ആബ്സൻസിൽ ബേസ്റ്റോ, ലിവിങ്സ്റ്റൺ, കറാൻ എന്നിവർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടാകും. മറുഭാഗത്ത് ബാറ്റിംഗ് യൂണിറ്റ് തന്നെയാണ് മുംബൈക്ക് ശക്തി. വലിയ സ്കോറുകൾ ഇതുവരെ ചണ്ഡീഗഡിൽ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഇന്നായിരിക്കാം അത് സംഭവിക്കുന്നത്. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.